Hi friends, welcome to Anjuscookingworld. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് നല്ല ഫ്ലഫി ആയിട്ടുള്ള പൂരി എങ്ങനെ തയ്യാറാക്കാം എന്നാണ്. അതുപോലെ തന്നെ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ എന്താ അവിടെ 1.5 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. വീട്ടിലുള്ള മെമ്പേഴ്സിന് അനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ 2 പേരേ ഉള്ളൂ. അപ്പോൾ 2 പേരുടെ അളവാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുക. റവ ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ ചേർക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുന്നത് നല്ലൊരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് വെള്ളം ചേർക്കണം. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. കുറേശ്ശെ ചേർത്തിട്ട് കുഴച്ചെടുക്കാം. വെള്ളം ഒരുപാട് ആയി പോകരുത്. നമുക്ക് ചപ്പാത്തി പരത്തുന്ന അത്ര സോഫ്റ്റായിട്ട് കിട്ടേണ്ട ആവശ്യമില്ല. ഇത്തിരി ടൈറ്റായിട്ട് വേണം മാവ് ഇരിക്കാൻ വേണ്ടിയിട്ട്. മാവിൽ ഉപ്പുണ്ടോ എന്നൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നും. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ലപോലെ കുഴച്ചെടുത്താൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഈ ഒരു മാവ് കിട്ടുള്ളൂ. നിങ്ങൾക്ക് വീഡിയോയിൽ ഇപ്പോൾ കാണാൻ പറ്റും, നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചും കൂടി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണ് തൊട്ടിട്ട് 1/2 ടീസ്പൂൺ വരെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തിട്ടുള്ളത്. നമുക്കത് ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് വീണ്ടും കുഴച്ചെടുക്കണം. എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് അവിടെ മാവ് റെഡി ആയിരിക്കുകയാണ്. നോക്കിക്കേ, നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മുകളിലായിട്ട് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് എണ്ണ തടവിയിട്ട് അതിന് മുകളിലേക്കായിട്ട് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റ് അടച്ച് വെക്കാം. അതിനുശേഷം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ. അങ്ങനെ ഇതാ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് കൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉരുളകളാക്കണം. അപ്പോൾ അത് ചപ്പാത്തിയുടെ വലുപ്പത്തിലല്ല, കുഞ്ഞു ഉരുളകളാക്കിയിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ഇതാ ഇവിടെ ഉരുളകളൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തി തുടങ്ങാം. അപ്പോൾ മാവ് അധികം ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പരത്തിയെടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ മാവ് ഒരുപാട് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ അധികം മാവ് ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ എല്ലാ മാവും പരത്തിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കട്ടിയായിട്ട് പരത്തണ്ട, ചെറുതായിട്ട്. എന്നാൽ കട്ടി ഒരുപാട് ആവാനും പാടില്ല, എന്നാൽ അത്യാവശ്യം ഒരു കട്ടിയുണ്ട്. അതുപോലെ വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഇതവിടെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ ചൂടാക്കാനായിട്ട് വെക്കാം. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഓയിൽ നല്ല പോലെ തന്നെ ചൂടായിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ എണ്ണയിലിടുമ്പോൾ തന്നെ മുകളിലേക്കായിട്ട് പൂരി പൊന്തി വരുള്ളൂ കേട്ടോ. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ ആ ഗോൾഡൻ കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ എണ്ണ ചൂടായിട്ടുണ്ടാവണം കേട്ടോ. ഇനി അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി, ഒരുപാട് പ്രസ് ചെയ്യേണ്ട. പ്രസ് ചെയ്ത് പറഞ്ഞാൽ ഉള്ളിൽ ചെറിയൊരു വിള്ളലൊക്കെ വരും. പിന്നെ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് എണ്ണയൊക്കെ കയറാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി. അങ്ങനെ നേരെ മുകളിലേക്ക് പൊന്തി വന്നോളൂ കേട്ടോ. അങ്ങനെ ഇതാ ഇവിടെ എല്ലാ പൂരിയും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ 2-3 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, മാവ് കുഴയ്ക്കുന്നതിൻ്റെ പാകം. രണ്ടാമത്, നല്ലപോലെ തന്നെ എണ്ണ ചൂടായിട്ടുണ്ടാവണം. ഈ 2-3 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പൂരി തയ്യാറാക്കാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളിതാ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം സോഫ്റ്റാണ് ഈ ഒരു പൂരി എന്നുള്ളത്. ഒന്നുപോലും ഫെയിലായി വന്നിട്ടില്ല. എല്ലാം അതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി എത്തുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.